ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB JEE, അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന JEEയുടെ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി, അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞവരാണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ എന്നുള്ള രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയായിട്ടാണ്, പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി ഒരു അവയർനെസ് ആയിട്ട് എന്താണ് RRB JEE എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് വരുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. നിങ്ങൾക്കറിയാം റെയിൽവേയുടെ എക്സാംസ് ഒക്കെ കുറേ ലാഗ് അടിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ അലൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന RRB JEE എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ. JEE എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ ആണ് കേട്ടോ. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റുകൾ ഒരു 5 പോസ്റ്റ് പറയുന്നുണ്ട്, അതിൽ ഓരോ ക്വാളിഫിക്കേഷൻ വെച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിനീയർ ആണ് മെയിനായിട്ട് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് ജോബ്സ് ആണ്, അതായത് റെയിൽവേയുടെ ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എഞ്ചിനീയറിംഗ് ജോബ്സിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്നത് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റും, അതുപോലെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA പോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. CMA പോസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണിത്. അതുകൊണ്ട് കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് റിസർച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ആൻഡ് റിസർച്ച്, ഇത്രയും പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ജോബ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗും അതിൻ്റെ റിലേറ്റഡ് പോസ്റ്റുകളുമായിട്ടാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, കെമിക്കൽ സൂപ്പർവൈസർ, മെറ്റലർജിക്കൽ സൂപ്പർവൈസർ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഒരു ക്വിക്ക് ഗൈഡ് ആയിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് വല്ലതും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതായത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ് പ്രോസസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. കാരണം എന്ത് എക്സാമിനേഷൻ വന്നാലും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എക്സാം അപ്പിയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ചാൻസ് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ക് എവിടെയാണ്, നിങ്ങളുടെ ഭാവി എവിടെ ഇരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എഫേർട്ട് കൊടുത്ത് പഠിച്ച് എന്ത് ചെയ്യുക, കയറാൻ തന്നെ നോക്കുക. അപ്പോൾ ജൂനിയർ എഞ്ചിനീയറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാർക്കൊക്കെയാണ്, ഡിപ്ലോമ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏതിലൊക്കെയാണ്, ടെക്നീഷ്യൻ ഫീൽഡുകളാണ്. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, BTech പഠിച്ചവർക്ക്, എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കൊക്കെ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇക്വലൻ്റ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് ജൂനിയർ എഞ്ചിനീയർ ആണ്. അതെന്ന് പറഞ്ഞാൽ IT ഫീൽഡിൽ നിന്നാണ് വിളിക്കുന്നത്. നോർമൽ ജൂനിയർ എഞ്ചിനീയറിംഗ്, BTech BE നമ്മുടെ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതേസമയം IT ഫീൽഡിലെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പോസ്റ്റ് എന്തിനാണ് വരുന്നത്, അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ BTechഉം പിന്നെ അതുപോലെ തന്നെ ഏതിലായിരിക്കണം, നിങ്ങളുടെ അതും ഇതേ സെയിം സാധനം തന്നെയാണ്, പക്ഷെ എന്തായിരിക്കണം, IT ഫീൽഡിലായിരിക്കണം കൂടുതലും അതിൻ്റെ റിലവൻസി വരുന്നതെന്നുള്ളൊരു കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ കേട്ടോ. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പർഡന്റ് ആണെങ്കിൽ നമ്മുടെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, BTech BSc ഇതെല്ലാം പഠിച്ചവർ എന്തിലായിരിക്കണം, കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ IT ഫീൽഡിലേക്ക് പഠിച്ചവർക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ IT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിൽ BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ BCA ബാച്ചിലേഴ്സ് ഉള്ളവരോ, BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവരോ, BTech ഉള്ളവർക്കോ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കോ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റുകളിലേക്ക്, എല്ലാ പോസ്റ്റിലേക്കും മെയിൻ ഫോക്കസ് ഏതിലാണ് വരുന്നത്, ഈ ഒരു ഫീൽഡുകളിലേക്കാണ് വരുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാന ഫീൽഡ് എന്ന് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്നത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന CMA പോസ്റ്റാണ്. ഈ CMA പോസ്റ്റിൽ ആർക്ക് അപ്ലൈ ചെയ്യാതെ, നമുക്ക് BSc അതായത് ഡിഗ്രി പഠിച്ചവർക്ക്, ഡിഗ്രിയിൽ എന്ത് പഠിച്ചവർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഈ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് CMA ഒക്കെ വിളിക്കുന്നത് ഇങ്ങനെ അപൂർവമായിട്ടാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് BScക്കാർക്കും നോർമലി BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് എഞ്ചിനീയർ ആവാൻ പറ്റില്ല. ഈ ജൂനിയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റിൽ കുറച്ച് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് വാക്കൻസിയോടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ എടുത്ത BScക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. 18 to 36 ഇയേഴ്സ്. ഇതിൽ പിന്നെയും എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC STക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, SC STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം. ഇങ്ങനെ കാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏജിൻ്റെ കാസ്റ്റിന് പരമായിട്ട് ഏജിൻ്റെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 18 to 36 ആണ് അപ്പർ ലിമിറ്റ് ഇവിടെ തന്നെ പറയുന്നത്. +5 എന്നൊക്കെ പറയുമ്പോൾ എത്ര പേരുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഒന്ന് നോക്കിയേ. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. കാരണം നമ്മുടെ ഡേറ്റ് എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ട് കുറേ നാളായി, നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ RRB JEE എന്ന് പറയുന്നത്. 30 ജൂലൈക്ക് തുടങ്ങിയതാണ്, ഇപ്പോൾ ഒരു മാസം അടുപ്പിക്കാറായി. അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 ഓഗസ്റ്റ് ആണ്.
അതായത് വളരെ ടൈമൊന്നും നിങ്ങളുടെ മുന്നിൽ ഇല്ലയെന്ന് തന്നെ മനസ്സിലാക്കി 29th ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കറക്ഷൻ വിൻഡോയ്ക്ക് ഇനി ഓപ്പൺ ആവാറായി, ഇതിൻ്റെ എക്സാമിനേഷൻ ചിലപ്പോൾ അടുത്ത് വിളിക്കാറായി. ആ ഒരു കാര്യമുള്ളതുകൊണ്ട് 29th ഓഗസ്റ്റിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അന്നാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് കറക്ഷൻ ഡേറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നവർ 30 ഓഗസ്റ്റ്. അതായത് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ട്, അതായത് ഫോട്ടോയ്ക്ക് എന്തെങ്കിലും ബ്ലറോ അല്ലെങ്കിൽ സിഗ്നേച്ചറിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് തോന്നുന്നുള്ളവരാണെങ്കിൽ കറക്ഷൻ വിൻഡോയുടെ ടാബ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 30 ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ 8 വരെയാണ്. അതിനുള്ളിലായിരിക്കും അവർ വിളിക്കുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇനി എന്താണ് നമ്മുടെ പേ സ്കെയിൽ, നിങ്ങൾക്കറിയാം 6th ലെവൽ പേ സ്കെയിൽ, സെൻട്രൽ പേ സ്കെയിലിൽ നമ്മുടെ 6th ആണ് പറയുന്നത്. അതിൽ എത്രയാണ് സ്റ്റാർട്ടിങ് തന്നെ 35,400 എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റാർട്ടിങ് സാലറി പോകുന്നത്. അപ്പോൾ 35,000 പ്ലസ് എന്ന് പറയുന്ന ഒരു സാലറി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബേസിക് പേ ആയിട്ട് കിട്ടുന്നുണ്ട്. പ്ലസ് എന്തുണ്ട്, അലവൻസുകളുണ്ട്, ഓരോ ഇൻക്രിമെൻറ്റ്സ് ഉണ്ട്, മന്ത്ലി അലവൻസ്, ഇങ്ങനെ എന്ത് ചെയ്യും ഓരോ ടേൺ അനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ ടേം അനുസരിച്ച് കൂടിയിരിക്കും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് അത്യാവശ്യം നല്ല ഹൈ സാലറി പാക്കേജിലൂടെ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ടത് വാക്കൻസീസ്. എത്ര വേക്കൻസിയാണ് നമുക്ക് വരുന്നത്, 7,951 എന്ന് പറയുന്ന രീതിക്ക് 7,951 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. 7,951 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണ് ഇത്രയും പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തും കൂടെ മനസ്സിലാക്കണം, ഇതിൻ്റെ ഒരു ഘട്ടങ്ങൾ ഏതൊക്കെ സ്റ്റെപ്പ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടേണ്ടതെന്നും കൂടെ അറിയണം. CBT 1 ഉണ്ട്. CBT 1 അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് ലെവൽ പാസ്സാവണം നിങ്ങൾ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റേജ് CBT 2 പാസ്സാവണം. ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ടെക്നിക്കൽ സബ്ജക്റ്റുകൾ കയറി വരുന്ന. ഇവിടെ നോർമൽ ഫസ്റ്റ് CBTയിൽ എന്താ നമുക്ക് മെയിനായിട്ട് ഫോക്കസ്, നമ്മുടെ നോർമൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, അതായത് മാത്സ്, റീസണിങ്, നമ്മുടെ ജനറൽ സയൻസ് അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് വരുന്നത്. അതേസമയം സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തും കൂടെ വേണോടാ, നിങ്ങൾക്ക് ടെക്നിക്കലും കൂടെ വേണം. നിങ്ങൾ എന്ത് ടെക്നിക്കൽ ഫീൽഡാണോ പഠിച്ചത്, അതായത് നിങ്ങളിപ്പോൾ മെക്കാനിക്കലാണോ, സിവിലാണോ, ഇലക്ട്രോണിക്സ് ആണോ, ഇലക്ട്രിക്കലാണോ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഏതാണോ നിങ്ങളുടെ ഫീൽഡ് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് CBT 2 ഒരു പേപ്പറും കൂടെ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തെന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു 2 എക്സാമിനേഷൻ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ പഠിക്കണം എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണ്, കാരണം ഇനി എവിടെ തുടങ്ങണമെന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും RRB JEE ഇപ്പോൾ ALP പോലും വിളിച്ചിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ എന്താണ് ഒരുപാട് ടൈം ഉണ്ട് JEE എന്ന് പറയുന്ന ഒരു കടമ്പയിലേക്ക് കടക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, RRB JEEയുടെ CBT 1 കോഴ്സ് നമ്മൾ ദിശ ഈ ലേണിംഗ് ആപ്പ് ഇപ്പോൾ നമ്മുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിസ്കൗണ്ടോടെയാണ്, കാരണം ഇത്രയും എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയായിട്ട് 4,500 റുപ്പീസിനാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിനെ പറ്റിയിട്ടുള്ള, കാരണം നമുക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് CBT 1 കോഴ്സ് ഇത്രയും ഒരു രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്ലസ് തന്നെ നമ്മൾ CBT 2 എന്ത് ചെയ്യും ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കാരണം നമ്മൾ മെക്കാനിക്കൽ, സിവിൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് CBT 1 പാസ് ആവണമല്ലോ. അപ്പോൾ CBT 1 പാസ്സായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാസ് ആവുമെന്ന് ഷുവർട്ടി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഡീറ്റെയിൽസിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ക്ലാസ്സസ് പ്രൊവൈഡ് ആക്കാവുന്നതാണ്. കാരണം ഈ ഒരു ചാൻസ് എന്താണ് വളരെ നല്ലൊരു ചാൻസാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ പഠിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ട് ജോലി നേടാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് ഓഫറിൽ തന്നെ നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അല്ലെങ്കിൽ സ്വന്തമായി പഠിക്കുന്നവരാണെങ്കിലും നന്നായിട്ട് പഠിക്കുക. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞവർ ഓടിപ്പോയി അപ്ലൈ ചെയ്ത് എല്ലാ രീതിക്കും എന്ത് ചെയ്യുക, ഒരു ജോലി എന്ന് പറഞ്ഞൊരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.